ഹലോ ഗൈസ് പറയൂട്ടോ. ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞങ്ങളിന്ന് കൊടുവള്ളിയിൽ നിന്നാണ് നമ്മൾ സ്കൂളിലേക്ക് പോവുക അല്ലേ. കൊടുവള്ളിയിൽ നമ്മൾ സ്കൂളിലേക്ക് പോവുക. എന്നാ വന്ന് മോനെ ഞാൻ ശനിയാഴ്ച ഞങ്ങൾ വന്നതാ. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് തിങ്കളാഴ്ച രാവിലെയാണ്. ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഞാനിന്ന് ലീവാണ്. അപ്പം മോനെ സ്കൂളിൽ വിട്ടിട്ട് നേരെ വീട്ടിൽ പോകണം. അവിടുന്ന് കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു ടൗണിലേക്ക് ഇറങ്ങണം. അവിടെ നിന്നും കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം ഷിറ്റുവിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരണം. ഇതാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പോകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 7:15. നമ്മളിപ്പോൾ ഇറങ്ങിയാലാണ് 7:45 ഷിറ്റുവിൻ്റെ സ്കൂളിലെത്തുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുമ്പോൾ അറിയാം. വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റേഡ്. കൈയടിക്കും. ഞാൻ കുറച്ച് നേരത്തെ വ്ളോഗ് എടുത്ത് തുടങ്ങണം വിചാരിച്ചിരുന്നു കേട്ടോ, വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മടികൾ കാരണം ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. ഇന്നലെ രാത്രി മേലെ കഴിക്കുമോ? ഇന്നലെ നമ്മൾ ചേട്ടായിൻ്റെ അടുത്ത് പോയിട്ട് മേലെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ രാത്രി മേലെ കഴിയിട്ടില്ല. ഇന്നലെ രാവിലെയാണ് കുളിച്ചത്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ചൊരു ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് കുളിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ മോനെ സ്കൂളിൽ വിടുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ബാക്കി നമുക്ക് പോകുമ്പോൾ പറയാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റേഡ്. ഓക്കെ. സ്കൂളിലെത്തി. ബ്ലോക്ക് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ചുറ്റും വേറെ ഇറങ്ങിക്കോ. ഇവിടെ ഫുള്ളൊരു ജഗപ്പൊക്കെ. രാവിലെ എല്ലാവരും ലേറ്റായിട്ട് അങ്ങനെ. മെഡിക്കൽ കോളേജിൻ്റെ അവിടെയാണെങ്കിലേ ഈ ബസ്സാരൊന്നും നിർത്തിയിട്ടില്ല നമുക്കിങ്ങനെ ക്രോസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണ് നല്ലൊരു ടൈം പോവുക. ഞങ്ങളിപ്പോൾ കൊടുവള്ളിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് കോളേജിൻ്റെ മുമ്പ് കൂടെ ഉള്ള വഴിക്ക് വരുന്നത്. ഇവിടുന്ന് പയ്യാനക്കൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കോവൂരിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു കട്ടിങ് ഉണ്ട്, MLA റോഡ്. അപ്പം അതിൽ വരുമ്പം ഇങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. ഇന്നൊരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ഫസ്റ്റ് ബെല്ല് കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. കുഴപ്പമില്ല. മോനാണെന്നുണ്ടെങ്കിൽ പിന്നെ ടെൻഷനാണ്, ബെല്ലടിച്ചോ ലേറ്റായോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു 2 ഡേയ്സിൽ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. ചെറുതായിട്ടൊരു സർജറി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലീൻ ആക്കിയതാണ്. പക്ഷെ എന്നാലും റെസ്റ്റിലായി പോകുന്നതിൻ്റെ മുമ്പേ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവർക്ക് ഈസി ആവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഞാൻ ലീവാണ്. അപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ 8 മണി ആയിട്ടേ ഉള്ളൂ. ഒരു 8:30 ആകുമ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് വീട്ടിലുള്ള ഈ ക്ലീനിങ്, അടക്കി ഒതുക്കി വെക്കൽ, കുറച്ച് റീസ്റ്റോക്കിംഗ് പരിപാടി, മൊത്തത്തിൽ തെറ്റാണല്ലോ പറയുന്നത്. അപ്പോൾ റീസ്റ്റോക്കിംഗ് പരിപാടികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. എന്നാൽ പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാമല്ലേ ബാക്കി. വീട്ടിൽ പോവാം. എനിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഓക്ട്രിയിലൊന്ന് കയറാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് MRI എടുത്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ CD വാങ്ങണം അവിടുന്ന്. ഒരു മിനിറ്റ്, വൈപ്പർ ഓക്ട്രി. അപ്പം CD വാങ്ങണം. CD വാങ്ങാൻ വേണ്ടി വന്നാണ്. ഞാൻ ഒന്ന് കയറി വാങ്ങിയിട്ട് തരാം. CD കിട്ടിയിട്ടുണ്ട്. എന്നാൽ നേരെ ഞാൻ വീട്ടിൽ പോവട്ടെ.
നിങ്ങളിത് കണ്ടിട്ടുണ്ടോ പുതിയ പോലത്തെ ബിഗ് സ്ക്രീന് വേൾഡ് കപ്പ് കാണാനുള്ള? ഇത് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. ഞാനിവിടെ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെയാണല്ലോ അധികം ഉണ്ടാവുക, രാവിലെ പിന്നെ രാത്രിയൊക്കെ. ആ സമയമൊക്കെ രാവിലത്തെ ആണെങ്കിൽ മോന് സ്കൂളിൽ പോകേണ്ട ഒരു തിരക്കും, വൈകുന്നേരം ആണെങ്കിൽ ഉറങ്ങുന്ന ആ ഒരു ഇതുമാണ്. ഇത് പുതിയ പാലത്താണ്, ഇൻഡോമാർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കഴിഞ്ഞ വർഷവും എനിക്ക് ഇവിടെ വന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ ഫെറോക്കിലുണ്ടല്ലോ, ഫെറോക്കിലൊക്കെ. പക്ഷേ എന്താ പറയുക, ടെൻഷൻ അടിച്ചിട്ടില്ലേ ഞാൻ. ഓരോരോ കളികളും ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഹാർട്ട് ബീറ്റൊക്കെ ആയിട്ട് ടെൻഷൻ അടിച്ച് കണ്ണൊക്കെ പൊത്തി അങ്ങനെയൊക്കെ ആയിരുന്നു കാണുക. അപ്പോൾ ബിഗ് സ്ക്രീനിൽ വന്ന് കാണുമ്പം എങ്ങാനും നമ്മൾ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ, ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ളൊരു കളിയാക്കലും അതും ഇതെല്ലാം കൂടെ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പം അതും കൂടെ താങ്ങാനുള്ളൊരു കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അന്ന് കാണാതിരുന്നത്. പക്ഷെ ഇത്തവണ എന്തായാലും വന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കളി ഞാൻ രണ്ടാമത്തെ റൗണ്ടില്ലേ അത് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറ്റിയില്ല. അന്ന് നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു, രാത്രി വരാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മളുടെ റുട്ടീൻ രാവിലെ നേരത്തെ എണീക്കുക, രാത്രി നേരത്തെ കിടക്കുക എന്നുള്ളതായോണ്ടേ, പിന്നെ മോന് സ്കൂളിലുള്ള സമയം ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. പിന്നെ നമ്മളൊക്കെ മുമ്പേ കുറെ കളി കണ്ടതല്ലേ. ഇപ്പൊ മോനൊക്കെ ഇനി ഇങ്ങനൊരു എന്താ ഞങ്ങൾ ഭയങ്കര ഒരു മെസ്സി ആരാധകരാണ് ഞങ്ങൾ വീട് മൊത്തം. അപ്പോൾ മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ മോൻ ഇതിനെ ഒരു ഫ്യൂച്ചറിൽ കാണാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അവനെ കൊണ്ട് കാണണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അത് പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും അത് പറ്റും തോന്നുന്നില്ല. ഞാനും റെസ്റ്റിലായിരിക്കും, വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ പറഞ്ഞയച്ച മോനൊന്ന് ഇവിടുന്ന് കാണിക്കണം എന്നുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ മോന് 3 വയസ്സാണ് കേട്ടോ. അന്നും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ പ്രായത്തിൽ എനിക്കറിയില്ല പറഞ്ഞ അത്ര ആൾക്കാർ വിശ്വസിക്കുന്നുള്ളത്, പക്ഷെ അവന് ചെറുപ്പം മുതലേ ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ഫുട്ബോൾ ഇങ്ങനെ തട്ടി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്തൊക്കെ അവനും മെസ്സി, എനിക്കറിയില്ല കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ ഡൈവേർട്ട് ആവുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇതിനോടൊക്കെ ഒരു താല്പര്യം തോന്നുക, ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിനെയൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള. എനിക്കറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. പറഞ്ഞാൽ ചിലപ്പം തള്ളലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, പക്ഷെ ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പിൽ അവന് 3 വയസ്സാണ്. കുറച്ച് നേരം എൻ്റെ മടിയിൽ ഇരുന്നിട്ട് കാണും, പിന്നെ അവൻ ഉറങ്ങും. ഞാൻ അവനെ കൊണ്ടുപോയി കിടത്തിയിട്ട് പിന്നെ ഞാൻ കളി കാണാം, വീട്ടിൽ നിന്ന് TV നിന്നായിരുന്നു കാണാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത്, ഇവിടെ വന്ന് കാണാനുള്ളൊരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഞാൻ വീട്ടിൽ പോട്ടെ. ഒരു മഴ ഉള്ളൊരു ദിവസമാണെന്ന്, കുഴപ്പമില്ല, നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഓക്കെ, ഞാനങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ആ ഗേറ്റ് ഉണ്ടോ, നേരെ ആ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാർ വെക്കുക കേട്ടോ. ഇവിടെ ഈ ഒരു വഴി ഉണ്ടോ, ഈ വഴി അതൊരു L ഷേപ്പിലാണ് ഉള്ളത്. നമുക്ക് കാർ അങ്ങനെ തിരിഞ്ഞു കിട്ടൂല, അവിടുന്ന് കുറച്ച് വലിപ്പമുണ്ടായതുകൊണ്ട്. അപ്പോൾ അവിടെ ഗേറ്റ് കടന്നിട്ട് ഇങ്ങോട്ടൊരു സ്പേസ് ഉണ്ട്, അവിടെ കാർ വെക്കാനുള്ളൊരു സെറ്റപ്പാണ്. അവിടെയാണ് കാർ വെക്കുക. നേരെ കാണാനാണ് നമ്മുടെ വീട്. വീടിൻ്റെ മുമ്പിൽ നിന്ന് ഉള്ള വ്യൂ ഞാൻ എപ്പോഴും റീൽസിൽ ഇടാറുണ്ട്. അപ്പോൾ ആ മരങ്ങളാണ് ഇതൊക്കെ, ചെമ്പരത്തി, കർമൂസേൻ്റെ ഒക്കെ. പിന്നെ ഇവിടെ മൊത്തം സൈഡിലൊക്കെ പുല്ലായിട്ടുണ്ട്, മഴ ആയതുകൊണ്ടേ. ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഷീറ്റൊക്കെ വെച്ചിട്ടാണ് കാറ് ഇവിടെ വെക്കുന്നത്. പിന്നെ എലി വരാതിരിക്കാനുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എനിക്കൊന്നൊരു 1-2 മാസം, ഒരു മാസത്തേക്കെങ്കിലും മിനിമം, ഞാൻ അറിയില്ല എത്ര റെസ്റ്റ് പറയുന്നില്ല. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ വണ്ടി എടുക്കാനൊരു ചാൻസും ഇല്ല. പിന്നെ മിസ്റ്റർ ഹബീബി ആണെങ്കിൽ സ്കൂട്ടറിൽ തന്നെയാണ് പോവുക, ബൈക്കിൽ തന്നെയാണ് പോവുക ജോലിക്ക്. അതാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് ഇപ്പോൾ കാറൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വെക്കണം എന്നുണ്ട്. വലിയ വൃത്തിയോടൊന്നുമില്ല, പക്ഷേ നമ്മൾ ഇന്നലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോയതുകൊണ്ട് കുറേ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വെക്കണം എന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ അങ്ങനായിട്ട് ചെയ്യണം. എന്നാൽ പിന്നെ സമയം കളയാതെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് കിടക്കട്ടെ. ഓക്കെ, കമോൺ. കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിരുന്ന ലാപ്പാണ്, ഇതങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാം.
അയ്യോ നല്ല കാറ്റാണ് ഇവിടെ. മഴ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാറ്റ് മാത്രമാണുള്ളൂ. ഈ ഒരു ഫ്രെയിമില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പച്ചപ്പൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ ആണോന്നുള്ളതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആ മഞ്ഞ പച്ച കളറൊക്കെ കൂടെ ഇങ്ങനെ വന്നിട്ട് കണ്ടില്ലേ, നല്ല കാറ്റാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വലിയ രീതിക്ക് ക്ലീനിങ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 ദിവസം മുമ്പേ ആണ് ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയത്. പക്ഷേ എത്രയൊക്കെ ക്ലീൻ ആക്കിയാലും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങൾ എന്തായാലും വലിച്ചു വാരിയിട്ട് തന്നെ ഉണ്ടാവും. കാറ്റുകൊണ്ട് ഡോററിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി ഒന്നും കൂടെ ഒന്ന് അടിച്ചു വാരി തുടച്ച്, അടിച്ചു വാരിൽ ഞാൻ ഡെയിലി അടിച്ചു വാരും കേട്ടോ. അപ്പം തുടയ്ക്കലാണ് വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ആരും ഇവിടെ ഫുൾ ടൈം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അത്ര അഴുക്കായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്ത് വെക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് വാൾനട്ട് കേക്ക്സിലത്തെ ബട്ടർ ബണ്ണാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് വയനാട്ടിൽ പോയിരുന്നു സൺഡേ, അപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാൻ ഇതൊരെണ്ണം ഒരു ചായയും കഴിച്ചു. ഫുൾ എനർജി ആക്കിയിട്ടുണ്ട്. ഇനി പണികളിലേക്ക് അങ്ങോട്ട് കടക്കാം. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കിച്ചണാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കുറച്ച് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്കും കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സിങ്ക്, പിന്നെ പാത്രങ്ങൾ വെക്കാനുള്ള അതെൻ്റെ ഓവനാണ് കേട്ടോ. ഞാൻ പണ്ട് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു, അപ്പം അത് ഇപ്പോഴും ഇടയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ അത് എൻ്റെ ഓവനാണ്. സ്റ്റവ്, പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി ഇതല്ലാതെ ഇതിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ താഴെ ഷെൽഫിൽ അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. ഞാൻ മുഖം കാണിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഷെൽഫ്. അതിൻ്റെ ബാക്കിയുള്ളത് ഇവിടെയാണ് വെക്കുക. ഇവിടെ വീട്ടിലാണെങ്കിൽ എനിക്കല്ലാതെ മറ്റാർക്കും കിച്ചണായിട്ട് യാതൊരുവിധ ബന്ധമില്ല. അതുകൊണ്ട് ചായ ഉണ്ടാക്കുന്നത് ചായപ്പൊടി, പഞ്ചസാര അതറിയാം. അതല്ലാതെ മസാല പൊടികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം അതൊന്നും എവിടെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി റീസ്റ്റോക്ക് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ റൂമിൽ കിടന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10 തവണ എന്തായാലും വരും. ഇനി റീസ്റ്റോക്ക് ചെയ്ത് വെച്ചാലും ഇല്ലെങ്കിൽ എന്തായാലും 10 തവണ വരും. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതെല്ലാം ഒന്ന് എല്ലാം കിട്ടുന്ന ഭാഗത്ത് എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നിപ്പോ അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്ലീനിങ് നമ്മൾ ചെയ്യാം. പാത്രം കണ്ടെയ്നർ ഞാൻ എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ നമുക്കിവിടെ ചെറിയ സ്പേസ് ആയതുകൊണ്ടേ കുറേ പാത്രങ്ങൾ ഉള്ളതിലും ഒറ്റ പാത്രത്തിൽ കുറേ അധികം സാധനം കൊള്ളുകയാണെങ്കിൽ അങ്ങനെയല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ തപ്പി പിടിച്ച് വാങ്ങിയതാണ്. ഇതിൽ 4 സ്പേസ് ഉണ്ട്. നമുക്ക് 4 എണ്ണമായിട്ടും 3 എണ്ണമായിട്ട് 2 എണ്ണമായിട്ട് 1 എണ്ണമായിട്ടൊക്കെ വേണമെങ്കിൽ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ധാന്യങ്ങളൊക്കെ അല്ലേ, ധാന്യങ്ങൾ തന്നെയല്ലേ പറയാ, കടല, ചെറുപയർ, പയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് ബന്ധങ്ങളുള്ള സാധനങ്ങൾ. ഇപ്പം ചെറുപയറും കടലയൊക്കെ കുറച്ച് ബന്ധങ്ങളുള്ള സാധനങ്ങളാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒന്നില്, പിന്നെ മധുരമുള്ളതോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനം, ഉഴുന്ന്, അരി, അതൊക്കെ വേറൊരു കണ്ടോ. ഇതിലിപ്പോ 2 എണ്ണേ ഉള്ളൂ. ഇതിൽ ഉഴുന്നും പിന്നെ റാഗിയാണുള്ളത്, പിന്നെ അരിക്ക് വേറെ ഒന്ന്, അങ്ങനെ അങ്ങനെ ഒരു 6 എണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ റേറ്റ് >500 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. സ്പേസും കുറച്ച് മതി അങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ എന്നാ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ.
എൻ്റെ ഫോണിലെ സ്പേസ് ഒന്ന് ഫ്രീ ആക്കണം. കാരണം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നു, അത് അപ്പം തന്നെ എഡിറ്റ് ചെയ്യുന്ന ആപ്പിലേക്ക് മാറ്റുന്നു, ഡിലീറ്റ് ആക്കുന്നു, ഇതെന്നാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. എനിക്കൊന്നാമത് ഈ മെമ്മറീസ് ആയിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഒരു താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ലൗഡിൽ, ഗൂഗിൾ ഫോട്ടോസിൽ, പെൻഡ്രൈവ് വേറെ, അങ്ങനെ കുറേ സ്പേസ് ഞാനിങ്ങനെ എമൗണ്ടൊക്കെ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ലാപ്പ് ഇല്ലാതെ പറ്റില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ പുതിയൊരു ലാപ്പ് മേടിച്ചു കഴിഞ്ഞ ദിവസം. ഇത് അസൂസിൻ്റെ വിവോബുക്ക് 14 ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു കണ്ടീഷനും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആകെ വേണ്ടത് സ്റ്റോറേജ് അത്യാവശ്യം വേണമെന്നുള്ളതല്ലാതെ. അപ്പോൾ ഇത് 1 TB ആണ്. അപ് ടു 2 TB നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. അതുകൊണ്ട് എനിക്കിത് മതിയെന്ന് തോന്നി. വേറെ ഒന്നും ഇതിനകത്തൊന്നും ചെയ്യാനില്ല. എനിക്ക് സ്റ്റോറേജ് മാത്രമേ വേണ്ടുള്ളൂ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ കമ്പ്യൂട്ടർ മേടിക്കുന്നത്. അന്ന് PC ആയിരുന്നു, ഡെസ്ക്ടോപ്പ്. അത് പിന്നെ ഒരു 3 വർഷമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ അതൊരു ലാപ്പ് ആക്കിയിരുന്നു. ആ ലാപ്പിന് ഒരു 8, 9, 10 വർഷത്തിനടുത്തൊക്കെ പഴക്കം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് കുറേ ഫയൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ കേടാവാൻ തുടങ്ങിയപ്പം 2-3 തവണ ഞാൻ അതിൻ്റെ മേലെ എനിക്ക് ഫയൽ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ എമൗണ്ട് കൊടുത്ത് ഇത് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പയർ ചെയ്ത് ഞാൻ 3-4 പെൻഡ്രൈവ് ഒക്കെ വാങ്ങി എല്ലാം ഞാൻ എടുത്തു ഫയൽ. ഇപ്പോൾ അത് പോയി, അതില്ല. അതിന് ശേഷം ഇപ്പോഴാണ് ലാപ്പ് വാങ്ങുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. സ്റ്റോറേജ് കംപ്ലീറ്റ് ആയി ഞാൻ ഡിലീറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഫോണ് 256 ആണ് കേട്ടോ. പക്ഷേ എനിക്കൊന്ന് വാങ്ങിയിട്ട് 1 year ആവുന്നുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ എൻ്റെ മുമ്പത്തെ ഫോണ് 11 ആയിരുന്നു. അത് ഒരു 4-5 വർഷം എൻ്റെ പുതിയ ഫോൺ തന്നെയായിരുന്നു. 4-5 വർഷം ഞാൻ യൂസ് ചെയ്തു. പക്ഷേ കഴിഞ്ഞ വർഷം മോൻ്റെ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് പെരുമ്പാവൂരിൽ നിന്ന് കോഴിക്കോട് വരുന്ന വഴിക്ക് തൃശ്ശൂർ എത്തിയ സമയത്ത് ഏതോ ഒരു ഗതി കെട്ടവൻ അത് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പുതിയ ഫോൺ വാങ്ങിയപ്പോൾ എന്താ വെച്ചാൽ 4 വർഷത്തെ കംപ്ലീറ്റ് ഡാറ്റ ഇതിനകത്തേക്ക് വന്നു. അതുകൊണ്ട് ഈ ഫോൺ അത്യാവശ്യം നല്ല ഫുള്ളായിട്ട് അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഒരു ഭാഗത്തേക്ക് ആക്കിയാലാണ് എനിക്ക് ഫോണിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അത് ക്ലൗഡിലുണ്ട്, ഗൂഗിൾ ഫോട്ടോസിലുണ്ട്. പക്ഷേ സംടൈംസ് അത് ഞാൻ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കുമ്പോൾ ഈ ക്ലൗഡിൽ നിന്നും ഫോട്ടോസൊന്നും പോയി പോവുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കി എല്ലാം റിസർച്ച് ചെയ്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു ശരി എന്നൊരു ലാപ്പ് വാങ്ങാമെന്ന്. അങ്ങനെ ലാപ്പ് വാങ്ങി ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് പോയിട്ട് കഴിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഹോസ്പിറ്റലിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റലിലേക്ക് ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി ചെയ്യാനും വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പം അത് കിടപ്പിലായി പോകുന്നതിന് മുമ്പേ തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി സമയം കളയാതെ ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്ത് സെറ്റാക്കട്ടെ, എന്നിട്ട് കാണാം. ഞാൻ ഇടയ്ക്കൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പെരും മഴയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഞാൻ മാക്സിലേക്ക് വന്നിരിക്കുകയാണ്. ഫോക്കസ് മാളിൽ ഇവിടെ ഭയങ്കര സൗണ്ടൊക്കെ ഇപ്പോഴൊന്നും അറിയില്ല. മാക്സിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് 1-2 ഷോർട്സ് മേടിക്കണം. കാരണം കാലിന് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫുള്ളുള്ള പാൻറ് ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ 2 ഇതാണുള്ളൂ ട്രൗസർ. അപ്പം അതെന്നെ ഇട്ടിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെണ്ണം പുതിയത് വാങ്ങാൻ വിചാരിച്ചു. 2 ടീഷർട്ട് വാങ്ങണം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് പിന്നെ എനിക്ക് ഒരു വെറ്റ് ടിഷ്യൂ വാങ്ങണം. എപ്പോഴും കുളിക്കുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് വെറ്റ് ടിഷ്യൂ ആകുമ്പോൾ അത്യാവശ്യം ഒരു ഹൈജീൻ ആയിട്ടുള്ളൊരു ഫീല് കിട്ടല്ലോ. അപ്പോൾ പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് തോന്നുന്നു ഇതിനായിട്ടുള്ളത് ഉണ്ട് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല. അപ്പം അതും കൂടെ ഒന്ന് വാങ്ങണം. ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. തൽക്കാലം ഞാനിത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് വരാം. സാധാരണ ഞാനിവിടെ വന്നാൽ എന്താണോ വാങ്ങാൻ ഉദ്ദേശിച്ചത് അതൊഴികെ ബാക്കിയെല്ലാം വാങ്ങും. പക്ഷെ ഇത്തവണ ഞാൻ ഭയങ്കര ഷാർപ്പാണ്. ഞാൻ എന്താണോ നോക്കി വന്നത് അത് മാത്രമേ ഞാൻ വാങ്ങാൻ പ്ലാനുള്ളൂ. മാക്സിലിപ്പോൾ മാക്സ് മാനിയ എന്ന് പറഞ്ഞിട്ട് ഓഫർ പോകുന്നുണ്ട്. ഇത് ഫുള്ളൊരു പജാമ സെറ്റാണ്. ഇതിന് 799 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിന് 399 ഉള്ളൂ 2 ഫുൾ സെറ്റ്. പക്ഷെ ഇത് ഞാൻ വാങ്ങിയിട്ട് കാര്യമില്ല. ഫുൾ പാൻറ് ഇട്ടാൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേറെ കുറച്ച് ഇതൊക്കെ എത്രയാണ് ഇതിന്
299 എന്തോ ആണതാ ഈ സെറ്റിന്. ഇത് ഷോർട്ട്സും ടീഷർട്ടും കൂടെ ഉള്ളത്. 1 2 3 4 മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേതോ 1-2 എങ്ങാനും 299 ആണ് സെറ്റ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഞാൻ ഇട്ട് നോക്കട്ടെ. കുറച്ച് നമ്മൾ സിംഗിൾ പീസായിട്ട് എടുക്കുന്നതിലും കുറച്ചും കൂടെ ലാഭമുണ്ട്. പക്ഷേ എത്രമാത്രം അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് അറിയില്ല. ഞാൻ ഇവിടുന്ന് വാങ്ങി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ഷോർട്സ്. അത് ഷോർട്സ് മാത്രമായിട്ട് വാങ്ങുന്നതാണ്. അത് അത്യാവശ്യം നല്ല കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത് ഇങ്ങനെ സെറ്റായിട്ട് എന്തേലും വാങ്ങിയിട്ടില്ല. അപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ള അറിയില്ല. എന്തായാലും ഞാൻ ഇട്ട് നോക്കിയിട്ട് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു 2 ഞാനായിട്ട് എടുക്കും. ഇതെനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. ലൂസ് ഫിറ്റാണ്. ഷോർട്സ് കുറച്ച് ഷോർട്ടാണ്, പക്ഷെ കുഴപ്പമില്ല. നല്ലൊരു കംഫർട്ടായിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് അടുത്തത് ഇട്ട് നോക്കാം. ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഗ്രേ ഒരു അതേപോലെ തന്നെ ചെക്സ് വരുന്നൊരു ഷോർട്സ്. ഇത് ഭയങ്കര ഭംഗിയുണ്ട്. ഇതും ഞാൻ എടുക്കുമായിരിക്കും. ഇതും ഓക്കെയാണ്. ഇത് ഷോർട്സും ടീഷർട്ടും സെയിം പ്രിൻ്റാണ്. ഭംഗിയുണ്ട് അല്ലേ? ഇതും ഓക്കെ. ഇതും എടുക്കാം. ഞാനിത് 3 എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 1 2 3 സെറ്റ്. ഇതിൻ്റെ ലാർജ് കിട്ടും നോക്കണം. ഇതിപ്പോൾ മീഡിയം ആണ് സൈസ്. മീഡിയം ഓക്കെയാണ്. പിന്നെ ലാർജ് ആണെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ ഇത് 3 എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയും കൂടെ ഞാൻ നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ഒരു ഓഫറിൽ കിട്ടുമ്പം ഇത് നല്ലതാണെന്ന് തോന്നുന്നു. തൽക്കാലം അത് മതി, വാങ്ങിയിട്ട് വരാം. മാക്സിൻ്റെ പർച്ചേസ് കഴിഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റോറൻറ്റ് പോവാം. ഒരു ബെഡ്ഷീറ്റ് വാങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് പെറ്റ് ഷൂ, അതും കൂടെ ഒന്ന് വാങ്ങിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഒന്ന് എലാനിൽ പോകണം, ബ്യൂട്ടി പാർലറിൽ. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഒരു ബ്ലൂ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ ബ്ലൂ വീട്ടിൽ ഓൾറെഡി ബ്ലൂ ഉണ്ട്. ഈ ബ്ലൂ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗ്രീൻ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഗ്രീന് കംപ്ലീറ്റ് ഒരു സിംഗിൾ പാറ്റേൺ ആണ്. പിന്നെ എൻ്റെ കണ്ണ് പോകുന്നത് ഇതിനകത്തേക്കാണ്. ഇത് വേണോ ഇതെടുക്കും? നോക്കട്ടെ. മിക്കവാറും ഞാൻ ഇത് തന്നെയാവും എടുക്കുക. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതും ഇഷ്ടപ്പെട്ടു. ബ്ലൂ അല്ല, ബ്രൗണും അല്ല, ഒരു വെറൈറ്റി. ഞാൻ പച്ച എടുത്തു. പച്ച പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി അത് നോക്കട്ടെ. എന്താണ് വെറ്റ് വൈപ്സ് ഞാനിത് എടുത്തു കേട്ടോ. ഡെറ്റോള്, പിന്നെ സാവ്ലോൺ, ഹിമാലയൊക്കെ ഉണ്ട്. സാവ്ലോൺ കുറച്ചും കൂടെ വലുതാണ്, പക്ഷേ ഇത് മതി. എണ്ണ ചെയ്യാമെന്ന് വിചാരിച്ചെന്താ വെച്ചാൽ എനിക്ക് തലയിൽ ഭയങ്കര താരനാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കിടക്കുമ്പം എന്നും അല്ലെങ്കിൽ 2-3 ദിവസം അങ്ങനെ ഒന്നും കൂടിയിട്ട് തല നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ചൊറിച്ചിൽ, ഇറിറ്റേഷൻ വരും. 2 ദിവസത്തിന് മേലെ ഞാൻ തല നനയ്ക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ പൊടിയായി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത്രത്തോളം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് എണ്ണ ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറിയിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ പെഡിക്യൂറിൽ വന്നതല്ലേ, അപ്പോൾ ഒന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മഴ തന്നെയാണ് തോന്നുന്നുണ്ട് പുറത്ത്. എനിക്ക് പോയിട്ട് മോനെ പിക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവനെ ബോക്സിങ്ങിനാക്കണം, എന്നിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മോനെ പിക്ക് ചെയ്ത് വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടായിരുന്നു ചുട്ടു സ്കൂള്? സൂപ്പറാ. പോവാന്നാ? ബോക്സിങ്ങിന് പോവാ? ഹായ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തി. കുറേ കാര്യങ്ങൾ ചെയ്തു. വീട് മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ പോയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി, കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇപ്പോൾ മോനെ ബോക്സിങ് ക്ലാസ്സിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ
ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ മുമ്പേ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇൻഡീഡ് ആണോന്ന് ചോദിച്ചാൽ എനിക്കത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ശീലിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ. അപ്പം എന്താ പറയാ, ഇവിടെ ഉള്ള എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുള്ള അടുക്കളയിലത്തെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ അടുക്കളയിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ പഞ്ചസാരയും ചായപ്പൊടിയും മാത്രമായിരിക്കും. പിന്നെ ഉപ്പും പെപ്പറും. മുട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് ബോയിൽഡ് എഗ്ഗിൽ ഇങ്ങനെ പെപ്പറും സോൾട്ടൊക്കെ ആക്കുമല്ലോ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളല്ലാതെ വേറൊരു കാര്യം ആൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴും എന്നെ വിളിച്ചിട്ടാണ് ചോദിക്കുക അതെവിടെയാണ് ഇതെവിടെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ റെസ്റ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മോൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി തന്നെയാണ് ചെയ്യേണ്ടത് കംപ്ലീറ്റ്ലി, ഫുഡ് ഉണ്ടാക്കലടക്കം. അപ്പം അത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പോൾ കൈയെത്തുന്ന ദൂരത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ എന്നെ വിളിക്കുന്നത് ഒരു 25 തവണ എന്നെ വിളിക്കുന്നതിൽ നിന്ന് ഒരു 10 തവണയിലേക്കെങ്കിലും കുറഞ്ഞു വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് വാങ്ങല് അതെനിക്ക് തോന്നി വാങ്ങണം എന്ന്. ഞാൻ കുറെ ആയി വിചാരിക്കുന്നുണ്ടായിരുന്നു വാങ്ങണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഓക്കെ, എന്നാലും പോകുന്നതിന് മുമ്പേ ഒന്ന് വാങ്ങി വെക്കാന്ന് വിചാരിച്ചു. അതേപോലെ ഹെന്നയൊക്കെ ചെയ്യുന്നത്, അത് എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അറിയാം. ഞാൻ വീക്ക്ലി 2 ആണ് തല നനയ്ക്കാറുള്ളൂ. അത് 2 ദിവസം കൂടുമ്പം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അതൊരു 3-4 ദിവസം ആയിട്ടുണ്ടെങ്കിൽ തന്നെ തല ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വന്നിട്ട് ഇങ്ങനെ പൊടി ആയിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ സർജറി ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ അതേപോലെ കുളിക്കാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ. അപ്പോൾ എനിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കൂടെയുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പറ്റുന്ന അത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ അതിനെ നമുക്കൊന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നെ ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ട് അവിടെ എന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പെഡിക്യൂർ ചെയ്ത് പോന്നു. പെഡിക്യൂർ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യമൊന്നുമല്ല. പിന്നെ പോയപ്പോൾ ഓക്കെ ഒന്നും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഇനിയിപ്പോ ഒരു 2 ഡേയ്സിൽ പോവും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ടത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മള് ഒരു എന്താ പറയാ, വെനസ്ഡേ ഈവനിങ് പോയിട്ട് ഫ്രൈഡേ ഡിസ്ചാർജ് ആവും. അതാണ്. ബാക്കി പിന്നെ വീട്ടിൽ വന്നിട്ടാണ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ആ പ്രൊസീജിയറിലേക്ക് അങ്ങോട്ട് എന്താ പറയാ ഇറങ്ങിയാലാണ് അറിയുള്ളൂ. ഇപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ഇൻഫർമേഷൻ എന്താണ്, അതൊരു സർജറി, ഒരു സിസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി കാലിൻ്റെ ഉള്ളിലാണ്. അപ്പം അത് ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ MRI എടുത്തു, പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഡിസ്ക് ഇന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചു. അത് വിട്ടേ പോയിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പം നാളെ അത് കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത വ്ളോഗും ആയിട്ട് കാണാം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.